നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടും എന്ന ശക്തമായ സന്ദേശവുമായി കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ വാർഷിക വഞ്ചിയാത്രയ്ക്ക് തിരൂരിൽ തുടക്കമായി. കനോലി കനാലിന്റെ സംരക്ഷണവും പുഴകളുടെ വീണ്ടെടുപ്പും ലക്ഷ്യമിട്ടുകൊണ്ട് ഡോക്ടർ പി എ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന ജലയാത്ര തിരൂർ നഗരസഭ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. പ്രളയക്കെടുതികൾക്കെതിരെയും പുഴകളുടെ കയ്യേറ്റങ്ങൾക്കെതിരെയും ജനപ്രതിനിധികളുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഈ ജലയാത്രയുടെ വിശദവിവരങ്ങളിലേക്ക്. 1848 മലബാർ കളക്ടറായിരുന്ന HV കനോലി സാഹിബിന്റെ നിർദ്ദേശപ്രകാരമാണ് കനോലി കനാൽ നിർമ്മിച്ചത്. പ്രധാനമായും 2 ലക്ഷ്യങ്ങളോടെയാണ് കനോലി കനാൽ നിർമ്മിക്കപ്പെട്ടത്: ചരക്ക് നീക്കവും വാണിജ്യവും, സുരക്ഷിതമായ ജലഗതാഗത യാത്രയും. ചാവക്കാട് മുതൽ പൊന്നാനി വരെയുള്ള കനോലി കനാൽ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിൻ്റെ ഭാഗമായി കേരള നല്ല ജീവന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് മുതൽ തിരൂർ വരെയുള്ള വഞ്ചിയാത്ര ആരംഭിച്ചത്. കനോലി കനാലിലൂടെയുള്ള ആദ്യകാല യാത്രകൾ വളരെ ദുഷ്കരവും ദുരിതങ്ങൾ നിറഞ്ഞതുമായിരുന്നു. മരങ്ങൾ വീണുകിടന്നതും ചപ്പുചവറുകൾ അടിഞ്ഞുകൂടിയതും പല ഭാഗങ്ങളിലും യാത്ര മണിക്കൂറുകളോളം തടസ്സപ്പെടാൻ ഇടയാക്കിയിരുന്നു. എന്നാൽ തടസ്സങ്ങളെല്ലാം മാറ്റി യാത്രികർ യാത്ര തുടരുക തന്നെ ചെയ്തു. ഇതെല്ലാം പത്രങ്ങളിലും ചാനലുകളിലും വാർത്തയായി വന്നപ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അധികൃതർ ഉണരുകയും JCB, ഹിറ്റാച്ചി ഇവ ഉപയോഗിച്ച് കനോലി കനാൽ ശുചിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അതിനാൽ അടുത്ത വർഷങ്ങളിലുള്ള വഞ്ചിയാത്ര വലിയ തടസ്സങ്ങൾ കൂടാതെ സുഗമമായി നടത്താൻ കഴിഞ്ഞു. കേരള നല്ല ജീവന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല വിജയമായി കണക്കാക്കുന്നു. തിരൂർ മുതൽ ചാവക്കാട് വരെയുള്ള യാത്രയ്ക്കിടെ കൂട്ടായി അഴിമുഖം ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നയിടം കടന്നു വേണം പോകാൻ. ജൂലൈ മാസത്തിലെ അഴിമുഖം മുറിച്ച് കടന്നുള്ള യാത്ര വളരെ അപകടം പിടിച്ചതായതിനാൽ വഞ്ചി യാത്രയെ 2ആക്കി തിരിച്ചു. തിരൂർ കോടതിപ്പടിക്കടുത്തുള്ള ബോട്ട് ജെട്ടിയിൽ നിന്ന് കൂട്ടാഴി അഴിമുഖം വരെ ഒരു യാത്രയും, ജൂലൈ അവസാന വാരത്തിൽ ജീവ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് മുതൽ പൊന്നാനി വരെയും 2 യാത്രകളാണ്. തിരൂർ മുതൽ ചാവക്കാട് വരെയും അതിനപ്പുറത്തേക്കും ഉള്ള യാത്രയുടെ പ്രസക്തി കണ്ടെത്താൻ സാധിക്കുന്ന ഒരവസരമാണ് ഒരു വഞ്ചിയാത്ര. നാട്ടിലെ പുഴകൾ ഒരു കാലത്ത് മുഴുവൻ മനുഷ്യരുടെയും ഗതാഗത മാർഗമായിരുന്നു. കാലക്രമേണ ആധുനിക സൗകര്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ പുഴകളുടെ ഉപയോഗം കുറഞ്ഞു വന്നു. വഞ്ചിയാത്ര കേവലമൊരു വിനോദ പരിപാടി എന്നതിലുപരി ഒരു സാമൂഹിക പ്രവർത്തനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മഴക്കാലം ഇത്തരം യാത്രകൾക്ക് സുരക്ഷിതമായ പശ്ചാത്തലം ഒരുക്കുന്നു. 2 മഴത്തുള്ളി നെറുകയിൽ വീണാൽ പനിച്ചു കിടക്കുന്ന നമ്മുടെ നാട്ടുകാർക്ക് ഒരു അത്ഭുതമായി മാത്രമേ നല്ല ജീവന പ്രസ്ഥാനം നടത്തുന്ന ഈ തോണി യാത്രയെ നോക്കിക്കാണാൻ സാധിക്കൂ. കേരള നല്ല ജീവന പ്രസ്ഥാന അമനക്കാരൻ ഡോക്ടർ പി എ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജലയാത്ര തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഫ്ലാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ മുതൽ താഴെപ്പാലം വരെയുള്ള തിരൂർ പുഴയുടെ ഇരുവശങ്ങളും ഓടിക്കൂട്ടി ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഗിരീഷ് മുഖ്യാതിഥിയായിരുന്നു. ജൂലൈ മാസം ജലയാത്രാ മാസമായിട്ട് നല്ല ജീവന പ്രസ്ഥാനം ആഘോഷിച്ചു വരികയാണ്. അതൊരാഘോഷമായിട്ടാണ് നടത്തുന്നത്. ഈ പരിപാടി ഇന്ന് 2 സ്ഥലത്താണ് ഈ മാസത്തിൽ ഈ വർഷം നടക്കുന്നത്. ഒന്ന് തിരൂരിൽ നിന്ന് പൊന്നാനിയിലേക്കും, പൊന്നാനി എന്ന് പറഞ്ഞാൽ അഴിമുഖത്തേക്ക് വരുന്ന 26-ാം തീയതി ചാവക്കാട് നിന്ന് പൊന്നാനിയിലേക്കും. ഇങ്ങനെ തിരൂർ, പൊന്നാനി, പിന്നെ കനോലി കനാൽ തൊട്ട് ചാവക്കാട് വരെയുള്ള ഒരു യാത്രയാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് നടത്തി വരുന്നതാണ് നല്ല ജീവന പ്രസ്ഥാനം ഈ പുഴ സംരക്ഷണ യാത്ര. ഈ യാത്ര എന്തിനാണെന്ന് ചോദിച്ചാൽ പുഴയെ സുഗമമായി ഒഴുകാൻ അനുവദിക്കണം. ഇതാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. മാലിന്യവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പുഴയെ സുഗമമായി ഒഴുകാൻ അനുവദിക്കണം. പുഴ, ഈ തിരൂർ പുഴയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ തുടക്കത്തിൽ 1 മീറ്റർ മാത്രമേ വീതിയുള്ളൂ. ആ 1 മീറ്റർ മാത്രം വീതിയുള്ള ആറളം ഇവിടെ ചെന്നാൽ, വെട്ടിച്ചെറിയിൽ ചെന്നാൽ 1 മീറ്റർ മാത്രമേ പുഴ വീതിയുള്ളൂ. ആ പുഴ ഇങ്ങനെ വീതി കൂടി വരികയാണ്. അതെന്തുകൊണ്ടാണ് കൂടി വരുന്നതെന്ന് ചോദിച്ചാൽ മഴവെള്ളം എല്ലാ സ്ഥലത്തെയും പെയ്യുന്ന മഴവെള്ളം 2 സൈഡിൽ നിന്നും പുഴയിലേക്ക് വന്നിട്ട് അതിങ്ങനെ ആ വെള്ളവും വഹിച്ചിട്ട് കടലിലേക്ക്, അതായത് ഭാരതപ്പുഴയോട് ചേർന്ന് കടലിലേക്ക് വെള്ളം പോവുകയാണ് ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞത് 18 വർഷമായി ഈ പ്രോഗ്രാമുമായി ഇവർ പോവുകയാണ്. ഇത് മാത്രമല്ല, കാരണം കഴിഞ്ഞ ദിവസം 2-3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ, നമ്മുടെ ജില്ലയുടെ തൊട്ടടുത്ത ജില്ലയുടെ ഏകദേശം പ്രദേശങ്ങളിലൊക്കെ ഒരു സൈക്കിൾ യാത്ര യജ്ഞം നടത്തിക്കൊണ്ട് എല്ലാ വർഷവും നടന്നു പോകുന്നതാണ്. അതേപോലെ തന്നെ പുഴയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മൾ ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയും കടപ്പാടുമാണ്. പ്രത്യേകിച്ച് തിരൂർ പൊന്നാനിപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ നഗരസഭയുടെ ഒരു ഭാഗ്യം കൂടിയാണ്. കാരണം
നഗരസഭയുടെ ചാരമോർത്ത് ഒഴുകുന്ന 3 വർഷത്തുകൂടെ ഒഴുകുന്ന നമ്മൾ ഏഴൂര് മുതൽ നമ്മളുടെ വട്ടം പഞ്ചായത്ത് വരെ മനോഹരമായി ഒഴുകുന്ന ഒരു പുഴയാണ് തിരൂർ പൊന്നാനിപ്പുഴ. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു തുടക്ക ആശയം എന്ന് പറയുന്നത് തന്നെ ഇതിലെ ഒരു ജല ട്രാൻസ്പോർട്ട് സംവിധാനം കൊണ്ടുപോകുക എന്നുള്ളൊരു ഉദ്ദേശലക്ഷ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പുഴകളൊന്നും ഒരു മാലിന്യമാക്കുന്ന സംവിധാനം ഉണ്ടാകാൻ പാടില്ല. അത് ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൂടെയാണ് ഈ യാത്രയിലൂടെ ഇവർ പ്രകൃതിയെ സ്നേഹിച്ച് ഇത് കാണിച്ചു കൊടുക്കുന്നത്. രാധാകൃഷ്ണൻ ഡോക്ടറും നമ്മുടെ ഗാന്ധിയൻ പ്രകൃതി ചികിത്സാലയും മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന നല്ല നല്ല ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കാറുള്ളത്. നമ്മൾ തിരൂർ പൊന്നാനിപ്പുഴ ഒരു കാലത്ത് നമ്മളൊരു ജീവിത മാർഗം കൂടിയായിരുന്നു തിരൂർ പൊന്നാനിപ്പുഴ. പഴയ കാലങ്ങളിലൊക്കെ ഇവിടുന്ന് കൊല്ലം വരെയും പല അടക്കയും തേങ്ങയും അതുപോലെ പല സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വഞ്ചിയിൽ കൂടെ ഇതിനെ കൊണ്ടുപോയിരുന്നൊരു പുഴയാണ് നമ്മൾ തിരൂർ പൊന്നാനിപ്പുഴ. മനുഷ്യന് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും ഈ പുഴ ഉപകാരപ്രദമാണ്. കാരണം ഒരുപാട് മത്സ്യങ്ങൾ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ജീവികളൊക്കെ നമ്മൾ ഈ തിരൂർ പൊന്നാനിപ്പുഴയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്ക് കൂടി ഉപകാരപ്പെട്ടതാണ്. അതിന് മെയിനായിട്ടുള്ള നമ്മൾ തിരൂരിൻ്റെ സൗന്ദര്യം വിളിച്ചോതുന്ന ഒരു പുഴ കൂടിയാണ് തിരൂർ പൊന്നാനിപ്പുഴ. പ്രകൃതിയെ മനുഷ്യനുമായി അടുപ്പിച്ച് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രകൃതി ഘടകങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. യാത്രയിൽ കൃഷ്ണൻകുട്ടി യൂണിവേഴ്സിറ്റി, ദിലീപ് കണ്ണമ്പ്ര, ഷെരീഫ് മലബാർ, കെ റസാഖ് ഹാജി, ഗോപിനാഥൻ, സജി പ്രസാദ്, ഉണ്ണികൃഷ്ണൻ, ഗീത ചെമ്മാട്, കെ സുരേഷ്, ഉഷ തുഞ്ചംപറമ്പ് എന്നിവർ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നു. അബ്ദുൽ സലാം, ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.